കേരളത്തിൽ BJPയെ തടുത്തു നിർത്താൻ പിടിച്ചുകെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. സ്ഥാനാർത്ഥികളെ സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കാറുള്ളത്. ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമുക്കൊരു മുൻതൂക്കം തന്നു. അതിന് നേതൃത്വം കൊടുത്ത ശ്രീ KC വേണുഗോപാലിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും കേരളത്തിന്റെ ഇൻചാർജായ ശ്രീമതി ദീപാദാസ് മുൻഷിയും 2 ACC ഭാരവാഹികൾ ശ്രീ മൂന്ന് പേർ PV മോഹനും അതുപോലെ മൻസൂർ ഖാനും ശ്രീ അറിവഴകൻ ഉൾപ്പെടെ അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ പ്രസൻസും ഉണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് UDF ലീഡർഷിപ്പിന് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയാം. KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരന്റെ നേതൃത്വത്തിൽ KPCCയുടെ ഭാരവാഹികൾ ഒരു ടീമായി നിന്നു. UDFന്റെ ഘടകകക്ഷികൾ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ, ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു. ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും, UDF സെക്രട്ടറി ശ്രീ CP ജോൺ അടക്കം ഉള്ള മുഴുവൻ നേതാക്കന്മാരും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. UDFന്റെ കോൺഗ്രസിനകത്തെയും ഐക്യമാണ്. എന്തായിരുന്നു ബഹളം? ആദ്യത്തെ ആഴ്ച കോൺഗ്രസിന് വലിയ കുഴപ്പമാണ്, പാലക്കാട് ഇപ്പോൾ പല കഷ്ണമായിട്ട് ആളുകൾ പോകുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസിലല്ല കുഴപ്പം, UDFലല്ല കുഴപ്പം, കുഴപ്പം CPMലും കുഴപ്പം BJPയിലുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് ഈ ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 38,000 വോട്ട്, 38,000-ലധികം വോട്ട് മാത്രമാണ് കിട്ടിയത്. 12,000 വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട്. അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠമുണ്ട്. ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ്. നന്നായി ഒരുമിച്ച് നിന്നൊരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്.